ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അന്നേരം കുറേ ദിവസങ്ങൾ കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡേ മൈ ലൈഫ് ഇട്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു എനിക്ക്. എന്തു പറ്റി ബീന, ഞങ്ങളെല്ലാം തിരക്കിയെന്നൊക്കെ പറഞ്ഞ്. അന്നേരം നിങ്ങളൊക്കെ എന്നെ ഓർക്കുന്നത് ഒരുപാട് സന്തോഷം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരെല്ലാം ഒന്ന് കാണണം കേട്ടോ. അന്നേരം രാവിലെ തന്നെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിലൊക്കെ പോകണം കേട്ടോ. അന്നേരം ദോശയും ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചമ്മന്തിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്ത് ആഡായിട്ടില്ല. അന്നേരം നമ്മൾ മക്കൾക്ക് ദോശയും ചമ്മന്തി അപ്പൂസ് കൊണ്ടുവന്ന് അവർ ചോറാണ് കൊണ്ടുവന്നത് കേട്ടോ. ദോശയും ചമ്മന്തിയും ചോറും പിന്നെ ഞാൻ ഇന്നലെ കടുമാങ്ങ ഇട്ടായിരുന്നു കേട്ടോ, മാങ്ങ അച്ചാർ. നമ്മുടെ മാവേലെ ആദ്യത്തെ ഒരു മാങ്ങയായിരുന്നു, കണ്ണിമാങ്ങ കേട്ടോ. അന്നേരം ഞാനതൊന്ന് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം നമുക്കിനി മാങ്ങ ആകുന്ന സമയത്ത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാം. അന്നേരം ഞാൻ പെട്ടെന്ന് ഇട്ടതാണ്. അങ്ങനെ മക്കളും ഹസ്ബൻഡും ഒക്കെ പോയി കഴിഞ്ഞപ്പം നമ്മുടെ പെരയ്ക്കകം എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കുകയാണ് കേട്ടോ. ഇവർ പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ വീട് കണ്ട ആൾതാമസം ഇല്ലാത്ത പോലെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ എല്ലാം അതത് സ്ഥാനത്തെ അടുക്കി വെച്ച് തൂത്തുവാരി തുടച്ചിട്ടാലേ നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം ഒരു സമാധാനമുള്ളൂ അല്ലേ. അങ്ങനെ ഞാൻ തൂത്തെല്ലാം വാരി തുടച്ചു. അങ്ങനെ രാവിലെ ചോറും കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കേട്ടോ. അന്നേരം പിന്നെ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ കൊടുത്ത് വിട്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് ചോറുണ്ണുന്ന സമയത്തൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ തൂത്തുവാരും തുടയും. ഇത് നല്ലൊരു ജോലിയാണ് ഇവർ പോയി കഴിയുമ്പോഴത്തേന്. അങ്ങനെ തൂത്തെല്ലാം വാരി കഴിഞ്ഞ് ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പോയി കയ്യും കാലുമൊക്കെ കഴുകി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ തുണി അലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തുണികളെല്ലാം ഉണങ്ങാനും ഉണ്ട് നനയ്ക്കാനും ഉണ്ട്. അന്നേരം പിന്നെ ഞാൻ അധികം കറികളൊന്നും വെക്കാനായിട്ട് നിന്നില്ല, തുണി അലക്കാനായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നായിരുന്നു, നല്ല മഴയാണ് ബീന ഇവിടെ നിന്നും പറഞ്ഞ്. അന്നേരം ഇവിടെയും മഴയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ അലക്കിയിടുന്ന തുണികളെല്ലാം ഉണങ്ങാനുണ്ട്, പിന്നെ അലക്കാനും ഉണ്ട്. അങ്ങനെ ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ചു. ഇനി നമ്മൾ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ്. ഒരു സിമ്പിൾ സ്നാക്സാണ്, എന്നാൽ ഒരു വെറൈറ്റി സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അന്നേരം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ നാടൻ വീട്ടുകാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടനാട്ടിലെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ്. അന്നേരം ഈ സമയത്ത് നമ്മുടെ അച്ചാറൊക്കെ ഒരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണ്. അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നാണ് തീരുന്നത് കേട്ടോ. ഞാൻ ഒരു 3-4 മാങ്ങ ഇന്നലെ വൈകിട്ടിട്ടതാണ്. അന്നേരം ഇന്നലെ തൊട്ട് ദോശയ്ക്കും ചോറിനും എല്ലാം പിന്നെ അച്ചാറാണ് എടുക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/4 മുറി ക്യാബേജാണ്, പിന്നെ ഒരു സവാളയാണ് കേട്ടോ. നമുക്ക് വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് വേണം ഇതെടുക്കാൻ. കാരണം ഞങ്ങൾക്കിവിടെ 4 പേരേ ഉള്ളൂ, കുറച്ച് മതിയല്ലോ. അന്നേരം ഞാൻ അതനുസരിച്ചാണ് ഒരു സവാള 1/4 മുറി ക്യാരറ്റല്ല ക്യാബേജും എടുത്തിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സവാളയും 1/2 മുറി ക്യാബേജും എടുക്കാം. അന്നേരം ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇതിനകത്ത് നമുക്ക് വേണ്ടത് മുട്ട വേണം കേട്ടോ. മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി അത് കീറിയാണ് എടുക്കുന്നത്. ഇത് അതിനകത്ത് വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ.
നമ്മൾ ഈ സമയത്ത് ക്യാബേജും പിന്നെ സബോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഒരു പീസ് ഇഞ്ചി കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാമേ. ഇതിനകത്ത് ഇഞ്ചിയും ക്യാബേജും പിന്നെ സബോളയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനന്നേരം ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അന്നേരം ഇപ്പോൾ അപ്പൂസിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് ഇടുന്നുള്ളൂ. അവൻ എരിവുണ്ടെങ്കിൽ പിന്നെ കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് 2-3 പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അന്നേരം ഞാൻ ആ പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് വേണം നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് തന്നെ ഞെരടി ഒന്ന് പിടിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കായപ്പൊടി ഒരു അര ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ എരിവിനനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഒന്ന് കീറിയിടുന്നത് കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഴുന്നുവട, ഉള്ളിവട, പരിപ്പ് വട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റുമാണ്. അന്നേരം ഞാൻ തന്നെ കറിവേപ്പിലയൊക്കെ ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും പിന്നെ കടലമാവും കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അതനുസരിച്ചെടുത്താൽ മതി. അന്നേരം നമുക്ക് ഒരുപാട് കടലമാവും അരിപ്പൊടിയും ഒന്നും ആവശ്യമില്ല. ഞാനത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ഈ സവാളയുടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കൈകൊണ്ട് തന്നെ കുഴയ്ക്കുമ്പോഴത്തേന് നല്ല മിക്സ് ആയിക്കോളും. പിന്നെ നമുക്ക് കൈകൊണ്ട് ഒരു ശകലം വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈ ആയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ച് ഞെരടി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങി വരാൻ താമസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അന്നേരം ഞാൻ ഈ മുട്ട രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വട്ടത്തിൽ നിങ്ങൾ മുറിക്കണം കേട്ടോ. ഈ മുട്ട വട്ടത്തിൽ മുറിച്ച് ഒരു 3-4 പീസ് കിട്ടും. അന്നേരം ചെറുതായിട്ട് നമുക്ക് ഈ സംഭവം അകത്ത് വെച്ച് നമുക്ക് കുറേ ഉള്ളിവട പോലത്തെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കുറേ വേണ്ടാത്തതുകൊണ്ട് കുറേന്ന് മീൻസ് 5-10 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് 3 മുട്ടയാണ് വെച്ചിരുന്നത്. അന്നേരം 6 പീസല്ലേ, 6 പീസിൻ്റെ ഈ സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അന്നേരം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഈ മുട്ട അതിനകത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൂടെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിവട പോലെ തന്നെ ഇരിക്കും ഈ സംഭവം. പക്ഷേ ടേസ്റ്റ് ഉള്ളിവടയുടെ അല്ല. കാരണം നമ്മൾ ഈ ക്യാബേജും മുട്ടയൊക്കെ വെക്കുന്നതുകൊണ്ട് വേറെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി സ്നാക്സ് എന്ന് തന്നെ പറയാം. അന്നേരം നിങ്ങൾക്കൊക്കെ അറിയാവുന്നവർ കാണും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അന്നേരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അന്നേരം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാം കേട്ടോ. അന്നേരം ഞാനും ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അന്നേരം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ കുറേ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് മുക്കി പൊരിക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് എണ്ണയ്ക്കകത്താണ് പൊരിച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ആയതുകൊണ്ട് തിരിച്ചും മറിച്ചും നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും. അന്നേരം നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി
നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം അപ്പൂസ് വരാറൊക്കെ ആയിട്ടുണ്ട്. അന്നേരം ഞാൻ ആ സ്നാക്സൊക്കെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇതുണ്ടാക്കുന്നത്. ഉള്ളിവടയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്നേരം ഈ ഒരു സ്നാക്സ് ഞാൻ ഇതുപോലെ തന്നെ ഏതോ ചാനലിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ വേറെ ചാനലിൽ നിന്നൊക്കെ കണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അന്നേരം ഇപ്പം ഇതിനകത്ത് കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ തന്നെ ആഡ് ചെയ്തതാണ്. അതിനകത്ത് കാണിച്ചപ്പം അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇനി നമുക്ക് 3 എണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട്. ഞാൻ അതനുസരിച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് അനുസരിച്ച് വേണം സവാളയാണേലും ക്യാബേജ് ആണേലും എടുക്കാൻ. അന്നേരം നമ്മുടെ ഉള്ളിവട പോലത്തെ സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഉള്ളിവട കഴിക്കുന്ന പോലെ തന്നെ, പക്ഷേ ആ ക്യാബേജിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലതാണ്. അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ. അന്നേരം നമുക്ക് അടുത്തതൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം വെറുതെ മുട്ട വെക്കാതെ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി കേട്ടോ. മുട്ടയകത്ത് വെക്കാതെ തന്നെ ഇത് മുട്ട വെക്കാതെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൾ വരുമ്പം ചിലപ്പം ടിനോപ്പിന് മുട്ട ഇഷ്ടമല്ല കേട്ടോ. അവൻ മുട്ട വെച്ച സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. അന്നേരം അവന് വേണ്ടിയാണ് ഞാൻ മുട്ട വെക്കാത്ത ഉള്ളിവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതിന് ഉള്ളിവടയെന്ന് തന്നെയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കട്ടൻ ചായയും കൂടെ അനത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.